സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിമാർ. പി രാജീവ്, ആർ ബിന്ദു എന്നിവരാണ് രാജ്ഭവനിലെത്തി 1.25 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയത്. സർക്കാരിന്റെ അനുരഞ്ജനത്തിന്റെ ഭാഗമായാണ് മന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിലയിരുത്തൽ. ടിൻഡുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറെ മന്ത്രിമാർ കണ്ടിരിക്കുന്നത്. പി രാജീവ്, ആർ ബിന്ദു എന്നിവർ രാജ്ഭവനിലെത്തി 1.25 മണിക്കൂറോളം ഗവർണറുമായി സംസാരിച്ചു. സർക്കാരിന്റെ അനുരഞ്ജനത്തിന്റെ ഭാഗമായി മന്ത്രിമാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്നത്. ഗവർണറുമായുള്ള തർക്കങ്ങളെല്ലാം സമവായത്തിലായതിനു ശേഷം അദ്ദേഹത്തോട് അടുക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനായി നിരന്തരമായി മന്ത്രിമാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ നിലനിൽക്കെയാണ് ഇന്ന് വീണ്ടും പി രാജീവ് ഒപ്പം ആർ ബിന്ദു എന്നിവർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറിനെ കാണാനായി രാജ്ഭവനിലെത്തുകയും 1.25 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മന്ത്രിമാർ ഗവർണറെ വീണ്ടും കണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, പി രാജീവ് എന്നിവർ രാജ്ഭവനിൽ എത്തി ഗവർണറെ കണ്ടു. കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. സർക്കാരിന്റെ അനുരഞ്ജന നീക്കത്തിന്റെ ഭാഗമായാണ് മന്ത്രിമാർ ഗവർണറെ കണ്ടത് എന്നാണ് ഈ ഒരു മണിക്കൂറിൽ അറിയാൻ സാധിക്കുന്നത്. ശരി, സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗവർണറെ കണ്ടിരിക്കുകയാണ് മന്ത്രിമാർ. ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, മന്ത്രിമാർ ഗവർണറെ കണ്ട് മടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്താണ്? ദേവിക, ഏതാണ്ട് 1 മണിക്കൂർ 15 മിനിറ്റോളം മന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഗവർണറെ നേരിട്ടെത്തി രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നെങ്കിലും 2 മണിക്കൂർ നേരത്തെ, അതായത് ഏതാണ്ട് 8:45 ഇരുവരും രാജ്ഭവനിലെത്തി. സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സ്ഥിര VC നിയമനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനിശ്ചിതത്വം പരിഹരിക്കാനും അതിലൊരു ചർച്ച നടത്താനും കൂടിയായിട്ടാണ് ഇത്തരത്തിൽ ഗവർണറെ കാണാൻ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറെ കാണാനായിട്ട് നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നേരിട്ട് രാജ്ഭവനിൽ എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗവർണർ അല്ലെങ്കിൽ രാജ്ഭവൻ ഈ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും രാജ്ഭവനിലെത്തി നേരിട്ടെത്തി ഗവർണറുമായിട്ട് സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സർവകലാശാലകളിലെ സ്ഥിര VC നിയമനവുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം കേരളത്തിലെ വിവിധ സർവകലാശാലകൾ നിലനിൽക്കുന്നുണ്ട്. ടെക്നിക്കൽ സർവകലാശാല, സാങ്കേതിക സർവകലാശാല, 2 സർവകലാശാല, KTU അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാല, ഈ 2 സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് നിന്ന അനിശ്ചിതാവസ്ഥയാണ്. ഒരുപക്ഷെ അത് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് വരെ പോകുന്ന ഒരു ഘട്ടമായി എത്തി. നിലവിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ശിവപ്രസാദും അതോടൊപ്പം തന്നെ സിസ തോമസും ഈ 2 സർവകലാശാലകളിലെ VC ആയിട്ട് താൽക്കാലികമായിട്ട് തുടരാമെങ്കിലും വരും കാലങ്ങളിൽ ഈ സർവകലാശാലകൾ ഉൾപ്പെടെ ഒരു സ്ഥിര VC നിയമനം കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി അത് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർവകലാശാല ചട്ടപ്രകാരമുള്ള ചില കോഴ്സുകളിൽ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഴ്ചകളാണ് ഒരുപക്ഷെ സർവകലാശാലകളിലെ സ്ഥിര VC നിയമനവുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ സെനറ്റുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങൾ, അതോടൊപ്പം തന്നെ സെർച്ച് കമ്മിറ്റിയിലെ സർക്കാർ പ്രതിനിധി, ഈ സെർച്ച് കമ്മിറ്റിയിലെ 2 സർക്കാർ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് കാലങ്ങൾക്ക് മുമ്പേ തന്നെ, അതുപോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യം നിഷ്കർഷിച്ചിരുന്നതാണ്. പക്ഷേ അത്തരത്തിൽ ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സ്ഥിര പാനലിലേക്കുള്ള 2 പേരെ നൽകുന്നത് സർക്കാരിന് വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ സർക്കാർ നൽകുന്ന പ്രതിനിധിയെ രാജ്ഭവനും രാജ്ഭവൻ നിർദ്ദേശിക്കുന്ന പ്രതിനിധിയെ സർക്കാരിനും അത് അംഗീകരിക്കപ്പെടാതെ വരുന്ന ഘട്ടം വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഈ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ആ അനിശ്ചിതത്വം ഈ പറയുന്ന പോലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് മാറുന്നു. പിന്നീട് പല താൽക്കാലിക VCമാർ മാറി വരുന്നു. അവിടെയും ഒരു സ്ഥിര VCയെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് മുൻകൈ എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നിയമപരമായ ചില പ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ബന്ധപ്പെട്ട അപ്പലേറ്റ് കമ്മിറ്റി ആരാണോ, ബന്ധപ്പെട്ട അപ്പലേറ്റ് ആരാണോ അവരിലേക്ക് അവസാനം ഈ തീരുമാനങ്ങൾ ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിയമമന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമായിട്ടൊരു ചർച്ച നടത്താനും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ അറിയാനും, രാജ്ഭവൻ്റെ അഭിപ്രായങ്ങൾ അറിയാനും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനും കൂടിയായിട്ടായിരുന്നു ഇന്നത്തെ ചർച്ച എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്.
മനസ്സിലാക്കേണ്ടിയിരിക്കും. എന്തായാലും ഏതാണ്ട് 10:15 കൂടി ചർച്ച അവസാനിച്ചിട്ടുണ്ട്. നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൊച്ചിയിലേക്ക് പോയി. സർക്കാരിന് അസ്വാരസ്യങ്ങളുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് അല്പനിമിഷത്തിനകം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരും. എന്തായാലും സർവകലാശാലകളുടെ സ്ഥിര VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ അയവ് വരുത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. സർക്കാർ രാജ്ഭവനുമായിട്ട് ചർച്ച ചെയ്ത് ഒരു സമരസപ്പെട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദേവിക. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.